ബഹുമാനം നിറഞ്ഞ രാജസ്ഥാനി സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവർ എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതൊക്കെ. പക്ഷെ വളരെയേറെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും സത്യസന്ധമായി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവാനുഗ്രഹമുള്ളവരാണല്ലോ എന്ന് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ രാജസ്ഥാനിനെ കുറിച്ച് ഇന്നത്തെ കാലത്ത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ ഇല്ല. കാരണം നമുക്ക് കരിയപ്പിൽ പോലും വിശ്വസിച്ച് കിട്ടാനില്ല കാലമാണ്. അപ്പം ആ കാലത്തൊക്കെ ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്ന ഒരു പുണ്യ സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനമൊക്കെ. പക്ഷെ നമ്മളൊക്കെയും ഒരു കാര്യത്തിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ ജീവിക്കുന്നു, എത്ര കാലം ജീവിക്കുന്നു, ഇതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ആ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും നമുക്ക് ജീവിതമാർഗം തരുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെയുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ വന്ന കാലം പോലെ അവിടുത്തെ സൂപ്രണ്ട്, ഡോക്ടർമാർ, രോഗികൾക്ക് എല്ലാവർക്കും വേണ്ടി ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. എത്രയോ 58 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. മെഡിക്കൽ കോളേജിലെ 5 ജില്ലയിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ നാവികയിൽ കൂടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക ചെയ്യുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, കുട്ടികളുടെ ആശുപത്രി ഉച്ചയ്ക്കും വൈകിട്ടും, ജില്ലാ ആശുപത്രി, ജില്ലാ ആയുർവേദം, ജില്ലാ ഹോമിയോ, ഏതാണ്ട് ഒരു 5000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് നവജീവിതത്തിൻ്റെ കൊടുത്തുകൊണ്ട്. പരമാവധി നല്ല ചോറും കറികളും ചെയ്തുകളുമാണ് കൊടുക്കുന്നത്. 54 പേരുടെ കഷ്ടപ്പാട്. വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങണം. 1,70,70,000 രൂപ ദിവസം വേണം. നമുക്ക് വിദേശ സഹായമില്ല, ഗവൺമെൻറ് സഹായമില്ല, പിരിവുകളില്ല, ഫണ്ട് ശേഖരണമില്ല. അന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ദിവസവും ദൈവം ഇങ്ങനെ നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 16 വയസ്സിൽ രോഗിയായി വന്നപ്പോൾ ആൾ വിശന്നിട്ട് കരയുന്ന കണ്ടപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കാൻ പോലെ ജനിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ട് ചോറ് കൊടുത്ത് തുടങ്ങി. ആ സഹോദരൻ കഴിച്ചു കൂടി ഞാൻ സുഖമായി. അന്ന് മുതൽ തുടങ്ങിയ ആഗ്രഹമാണ്. അങ്ങനെ രോഗികൾക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു സഹായമൊക്കെ ചെയ്ത് നടന്നു. എന്നൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി പാവപ്പെട്ട രോഗികളെ സഹായിച്ചിരിക്കുക. അങ്ങനെ 20ാമത്തെ വയസ്സിൽ എനിക്ക് 20 രൂപ ശമ്പളത്തിന് ജോലി കിട്ടി. വളരെ ചെറിയ ജോലി. പക്ഷെ ആ ജോലി കിട്ടിയപ്പോഴും ഞാൻ രാവിലെ ജോലിക്ക് വന്ന രാത്രി 8-9 മണിയായിട്ട് തിരിച്ചു പോയി. എൻ്റെ തന്നാത്ത എല്ലാ ജോലികളും ഞാൻ ചെയ്യുമായിരുന്നു. എപ്പോഴും കാണുന്ന എന്ത് കാര്യം ആര് പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന കാലത്ത് ഒത്തിരി നോട്ടീസുകളൊക്കെ സഹായിക്കാൻ വേണ്ടി നാട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ചോറും കറികളും ഒക്കെ ഒരു വീട് വിടാൻ തോറും നടന്ന് യാചിച്ച് മേടിച്ചു. അങ്ങനെ തന്നെ ഒരുപാട് കാലങ്ങൾ കൊടുത്തു. കോട്ടയത്തൊക്കെ വഴിയിൽ രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 26 വർഷം പുറകോട്ട് നടന്ന വിവേഷം എന്നറിയപ്പെടുന്ന മാനസിക രോഗിയായ എറണാകുളം സ്വദേശി കുഞ്ഞച്ചിനെയും, അലർക്ക് നടന്ന ജോസ്കോയുടെ വാക്കുകൂടെ അലർക്ക് നടന്ന ജഡായിനൊക്കെ അറിയിക്കുന്ന ജെയിംസിയേട്ടനെയും, ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടൊന്ന് വിളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമാക്കി ഒത്തിരി പേര് വീടുകളിൽ വിട്ട് വീട്ടുകാർക്ക് വേണ്ടാതെ വന്നപ്പോൾ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായ ഡോക്ടർ ദേവകുമാർ സാറൊക്കെ അവരവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിൽ MBBS താമസിച്ച് പഠിക്കുന്ന കാലത്ത് ആ മുറി കൊണ്ട് അവർ താമസിപ്പിച്ചു. ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. ആ കാലത്ത് കൂടിയാണ് നമ്മുടെ ഷീപ്പും കൂടെയുള്ള എല്ലാവരും വീട് സ്ഥലമെല്ലാം ഗാന്ധിജി യൂണിവേഴ്സിറ്റി എടുത്തു പോയി കിട്ടിയ വീതം കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടികൾ കൊടുത്തെല്ലാം തരുന്നു. ജന്മനാൽ തളർന്നുപോയ മോനും 4 പെൺമക്കളുമായി യാതൊരു സൗകര്യമില്ലാത്തൊരു വ്യക്തി വാടകയ്ക്ക് ജീവിക്കുന്ന കാലമാണ്. കയ്യിലൊന്നുമില്ല, കിടക്കാൻ വായി കൊടുക്കാൻ തുണിയില്ല, ആഹാരത്തിന് മാർഗമില്ലാതെ ആ ഒരു കാര്യത്തിലും ദുരിതമെല്ലാം സന്തോഷപൂർവ്വം അനുഭവിച്ചുകൊണ്ട് നമ്മളെക്കാളും വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാനിങ്ങനെ വിഷമിച്ച് ജീവിച്ച കാലമായിരുന്നു. ജീവിതത്തിലെപ്പോഴും നമ്മുടെ വിഷമങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ വിഷമിക്കുന്നവരവർക്കായിരിക്കും നമ്മൾ വിഷമിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ടുമുട്ടാനുള്ള അവസരങ്ങളുണ്ടാകും. എത്രയോ മനോരോഗികളായ ആളുകളെയെല്ലാം ഞങ്ങൾ തെരുവിൽ നിന്ന് കൂട്ടിക്കൊള്ളുന്ന അലവയ്ക്ക് വരുന്നവരൊക്കെ ആ കെട്ടിടത്തിൽ ആരംഭിച്ച് നമ്മുടെ കൂടെ ഒത്തിരി പേര് സഹായിക്കാൻ പോയി. അങ്ങനെയാണ് കുടമാളൂരെടുത്ത് നമുക്ക് സ്ഥലമൊക്കെ മേടിച്ചു.
കെട്ടിടങ്ങളൊക്കെ പണിത്. ഇന്നിപ്പോൾ 5 ഏക്കർ സ്ഥലവും 300 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും വണ്ടികളും എല്ലാം ഒരുക്കി തന്നു. 30 കൊല്ലക്കാലം ഞാൻ ജോലി ചെയ്ത് പെൻഷനായി. ഉമ്മൻചാണ്ടി സാർ വീണ്ടും ജോലി തന്ന് പെൻഷനായി. വീണ്ടും സൊസൈറ്റി വഴി ജോലി തന്ന് ശമ്പളം മേടിക്കാതെ ഇപ്പോഴും വേണ്ടിക്കൂടെ കുറേ സമയം കാര്യങ്ങൾ രാവിലെ പോകും. 75 വയസ്സ് കഴിഞ്ഞ് ഞാനിങ്ങനെ 16 വയസ്സ് മെഡിക്കൽ കോളേജിൽ വന്നതാണ്. ഇളയവും മരിച്ചുപോയി. പിന്നെ നവജൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് തരും വീടൊക്കെ വെച്ച്. പിള്ളേരൊക്കെ സി പഠിച്ച് ജോലിയായി കുഞ്ഞുമക്കളായി ഓരോ സ്ഥലത്തായൊക്കെ അങ്ങനെ ഒരു വർഷം ഏതാണ്ട് 4 കോടിയോളം രൂപ ചെലവ് വരുന്നതാണ് നമ്മുടെ നാട്ടിൽ. 5 ജില്ലയിൽപ്പെട്ടവർ മെഡിക്കൽ കോളേജ് വരുന്നവരെല്ലാം സങ്കടം പറയാൻ പറ്റുന്ന സ്ഥലമാണ് നവജീവൻ. ഇവിടെ എല്ലാ സങ്കടങ്ങളും പറയാൻ ഡോക്ടർമാർ വിളിക്കും, നഴ്സുമാർ വിളിക്കും, രാഷ്ട്രീയക്കാർ വിളിക്കും, പോലീസുകാർ വിളിക്കും. എല്ലാവരെയും സങ്കടം കേൾക്കാനായിട്ട് ദൈവം ഒരു വലിയ അനുഗ്രഹം തന്ന ഒരു സ്ഥാപനമാണ് നവജീവൻ. സങ്കടപ്പെടുന്നവരെ എല്ലാവരെയും സഹായിക്കാൻ ദൈവം അതിനുള്ള മാർഗങ്ങളും തരുന്നുണ്ട്. എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ ഞാൻ വെളുപ്പിനെ 3-3:30 ആകുമ്പോൾ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഹൃദയത്തിനൊക്കെ വിശ്രമം വേണം, ഉറക്കം വേണം. 3-3:30 ആകുമ്പോൾ കുറേ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ക്യാൻസർ വാടി പോവുക, ധരിക്കാതായി കിടക്കുന്ന രോഗിയുടെ അടുത്ത് പോവുക. അവർക്കെല്ലാം 75 രൂപ വിലയ്ക്ക് കിട്ടുന്നു. ഞവരേരി മേടിച്ച് കഞ്ഞി വെച്ച് കൊടുക്കുക. ഞവരേരിയുടെ കഞ്ഞി അതിലിവിടെ നല്ല മീൻ വരുമ്പോൾ നന്മയും നെയ്മീൻ വരുമ്പോൾ മേടിച്ച് രാവിലെ കറി വെച്ച് വൈകിട്ട് കൊടുക്കണം. പല ആളുകളും വൈകിട്ടത്തെ കറി കൂട്ടി എല്ലാവരും ഭക്ഷണം കഴിക്കും. തോമസ് ചേട്ടാ ഇച്ചിരി കറിയും കൂടെ വെച്ചിട്ടുണ്ട്, നാളെ ഉച്ചയ്ക്ക് കഴിക്കാം. പിറ്റേ ദിവസം ചെന്നപ്പോൾ ആ സഹോദരി രാവിലെ മരിച്ചു കിടക്കുന്നു. അവസാനത്തെ നമ്മുടെ കൊടിയേരി ഇന്നലെ ഞവരേരിയുടെ കഞ്ഞി കുടിച്ച് ഇന്നലെ രാത്രിയിലെ ഒരാൾ, ഇന്ന് വെളുപ്പിനെ ഒരാൾ, 2 പേര് മരിച്ചു. അവസാനത്തെ നമ്മുടെ കഞ്ഞി കുടിച്ചു. ഇവിടെ ഞാൻ രാവിലെ കയറിച്ചാണ്, രാവിലെ ആകുമ്പോൾ വൈകിട്ട്. നമ്മുടെ ആയുസ് നിലനിൽക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് ഈ ആരോഗ്യവും ആയുസ്സുമില്ല. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എത്രയോ പേര് ദരിദ്ര മരിച്ചു. ഒന്നും ചെയ്യാനില്ല. അവാർഡിലെ ജോലിയായിരുന്നു എൻ്റെ മോള് നേഴ്സായിട്ട്. ഒന്നും ചെയ്യാനില്ല. എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തവർ മരിച്ചു. അവരെല്ലാം കിറ്റിനകത്താക്കി ഇറക്കിക്കൊണ്ടുപോയി കത്തിക്കുകയായിരുന്നു. ഞാനും മന്ത്രി വാസുവഞ്ച് ചേട്ടനും ഇങ്ങനെ നേരെ വിളിക്കും. ഞങ്ങൾ അകലമാകുന്നല്ലാതെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. എത്രയോ പേരെ കൊണ്ടുപോയി കത്തിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് കാണും. ക്യാൻസർ രോഗമോ കിഡ്നി രോഗമോ വരാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നുമില്ല. 130ഓളം കിഡ്നി ക്യാൻസർ രോഗികൾക്ക് 3000 രൂപ വെച്ച് 3,30,000, 40,000 എല്ലാം മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ കയ്യെ പിടിച്ച് പറഞ്ഞേപ്പിച്ച് മരിച്ചുപോയുടെ പിള്ളേരെ പഠിപ്പിക്കാൻ സഹായിക്കുന്നു, കല്യാണം കഴിച്ചു വിടാൻ സഹായിക്കുന്നു, അവർക്ക് അരി കൊടുക്കുന്നു, വാടക കൊടുക്കുന്നു, എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷത്തിലേറെ രൂപ മാസം പിന്നീട് ചെലവ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഇതിലെ എവിടുന്ന് വരുന്നു, എവിടുന്ന് ഒന്നും അറിയത്തില്ല. ഒത്തിരി പേർക്ക് നമ്മൾ കുത്തിരി കൊടുത്തുകൊണ്ടിരിക്കും. ക്യാൻസർ വാർഡിൽ കുത്തിരി തീരുമ്പോഴേ എന്തെങ്കിലും ഇന്നലെ കുത്തിരി തീർന്നപ്പോഴേ 1000 കിലോ കുത്തിരി ഒരാൾ അവിടെ കണ്ടെത്തി. ഇങ്ങനെ നമ്മുടെ നവജീവന്റെ പ്രവർത്തനമെല്ലാം അത്ഭുതങ്ങൾ കണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. നമ്മൾ ഏറ്റവും എളിമയുള്ളവരായി, അനുകമ്പയുള്ളവരായി, കരുണയുള്ളവരായി, ദാനധർമ്മം ചെയ്യുന്നവരായി നമ്മൾ ഒന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ബാക്കിയെല്ലാം ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുക. നമുക്ക് 10,000 ആളുകളെ വഴിയിൽ വളർന്നിട്ടുള്ളത് 40 വർഷങ്ങളായി. 47 സ്ത്രീകൾ ഗർഭിണികളായിരുന്നു. അവരൊക്കെ പ്രസവിച്ചു. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥാപനങ്ങളൊക്കെ ആയിപ്പോയി. അവരൊക്കെ മരിച്ചുപോയി. ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർക്ക് ഈ പ്രദേശത്തെ ഒരു കൊച്ചു വളർന്നതാണ്. മെഡിക്കൽ കോളേജ് വേസ്റ്റ് വഴി കിടന്ന സഹോദരിയെ നമ്മളെടുത്ത് വഴിയെത്തി നോക്കി സമയം ഞാൻ ചുരുക്കയില്ല. അവസാനം അവർക്ക് പ്രസവത്തിൻ്റെ സമയമായി അവർ വേസ്റ്റ് വരുത്തുക. പിന്നെ അവർ പ്രസവിച്ചു. അവർക്ക് സൈക്കാട്രി കൂടി ആശുപത്രി വിട്ട് ഇറങ്ങിപ്പോയി. അവരുടെ കൊച്ചിനെ ആരും എടുത്തോണ്ട് പിന്നെ അവരെ വഴി വെച്ച് 4 മാസം നമ്മൾ നോക്കി. പിന്നെ ഓടെ കിടക്കുന്നതാണ്. പിന്നെ ഓടെ നിന്നെടുത്ത് ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ പഠിക്കുന്ന പെൺപിള്ളേരെ വിളിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 65 ദിവസം കൊണ്ട് ഒരു സുഖം പ്രാപിച്ചു. പേര് മനോഭായി, രാജസ്ഥാൻകാരി, ഗ്രാമീണ സ്ത്രീ. അവർ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നെ ടീച്ചർ പോകരുതേ പോകരുത്. ഡോക്ടർമാരെ എഴുത്ത് മേടിച്ച് തിരുവനന്തപുരത്തോട്ട് ആക്കി
മെൻ്റൽ ഹോസ്പിറ്റലിൽ. ഒരേനേരത്ത് അവരുടെ കാല് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. പ്രത്യേകിച്ച് പോവില്ലേ പോവില്ലേ പോവില്ലേ. ഞാനും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് മസാല ദോശ മേടിച്ചിട്ടില്ല. അവരോട് തോന്നിയ അനുകമ്പയിലുണ്ടായതാണ് നവജീവൻ. അവരുടെ കൊച്ചിനെ ഒരാൾ എടുത്തു വളർത്തി, രണ്ടാമതൊരാൾ, മൂന്നാമതൊരാൾ, നാലാമതൊരാൾ. അപ്പച്ചി പ്രദേശത്ത് തന്നെ വളർന്നു. അപ്പച്ചൻ്റെ യഥാർത്ഥ അപ്പൻ്റെ വീടിൻ്റെ വാതൊക്കെ ചെന്നാൽ വെച്ച് വളർന്നു. അവച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായി. വെച്ച് അവളെ കല്യാണം കഴിച്ച് 2 മക്കളുമായി വർഷത്തൊക്കെ കഴിയുന്നു. ഞാൻ ഒത്തിരി പേരുടെ ജീവിതങ്ങളാണ് നമ്മുടെ നവജീവനിൽ കാണിക്കുന്നത്. എൻ്റെ കയ്യിലിരുന്ന് പോയി മരിച്ചുപോയി, മടി കിടന്ന് മരിച്ചുപോയി. ഞങ്ങൾക്ക് അവിടെയുള്ളവരാരും അന്യരല്ല. നവജീവൻ അനാഥാലയമല്ല, അന്തേവാസികൾ. സ്വന്തം അപ്പനും അമ്മയും മക്കളും ആകുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബ സ്നേഹമാണ് അവിടെ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യം നല്ല മനസ്സുള്ള, നന്മ ചെയ്യുന്ന നല്ല വലിയ വ്യക്തിയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എല്ലാവരെക്കാളും എളിമയും അനുകമ്പയും കരുണയും പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാകാൻ എനിക്ക് പരിശ്രമിക്കണമെന്നൊരാഗ്രഹമുണ്ടാകും. എല്ലാവരെക്കാളും എളിമയും അനുകമ്പയും കരുണയും പ്രാർത്ഥനയും ദാനവുമുള്ള ഒരു വ്യക്തിയാകാൻ എനിക്ക് പരിശ്രമിക്കണം. ആ പരിശ്രമം മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ 7ാം ക്ലാസ്സിൽ ജയിച്ചു പഠിത്തം നിർത്തിയ ആളാണ്. ഒത്തിരി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒത്തിരി അവാർഡുകളുണ്ട്. അതുപോലെ മദർ തെരേസയുടെ കൂടെ താമസിച്ചിട്ടുണ്ട്, മാർപ്പാപ്പയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ മാസം 10ാം തീയതി ലോക മാനസികാരോഗ്യ ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് നമ്മളെ തന്നെ തിരഞ്ഞെടുത്ത് 25 രാജ്യങ്ങളിൽ തിരഞ്ഞെടുത്ത് അവർ അവാർഡുകളൊക്കെ കിട്ടി. നമ്മളതിന് പബ്ലിസിറ്റി കൊടുക്കേണ്ടതെന്ന് കൂടെയുള്ളവരെ കൂട്ടി സിനിമ ഉണ്ടാക്കി അതിന് പബ്ലിസിറ്റി കൊടുക്കണം. ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിയായിട്ട് ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് കൂടുതൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാൻ ഞാൻ എങ്ങനെ ജീവിക്കണം? ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് ജീവിച്ച് മരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് ജീവിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. നിരന്തരമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിക്കുമ്പോൾ അതിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും. അഹങ്കാരം, ആഡംബരം, അസൂയ, കുശുമ്പ, ഞാനെന്നുള്ള ഭാവം, വെറുപ്പ്, വിദ്വേഷം എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി തീർത്തുകൊണ്ട് നമ്മൾ സദാസമയം ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്കുള്ള അനുഗ്രഹം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ ക്ഷമയും ആ വലിയ സ്നേഹവുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം ഉപദ്രവിച്ചാലും ആരെല്ലാം ഉപദ്രവങ്ങൾ ചെയ്താലും അവരെ തിരിച്ചുപദ്രവിക്കാതിരിക്കുക, അവർക്കൊരു ദുരിതം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കുക, അവരുടെ സങ്കടത്തിൽ സഹായിയായിരിക്കുക, ശത്രുക്കളെ നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന അവസരം അത് വലിയൊരു അനുഗ്രഹമാണ്. എന്തെല്ലാം ഇങ്ങോട്ട് ചെയ്താലും അങ്ങോട്ടൊന്നും ചെയ്യണം, എന്തെല്ലാം ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ടൊന്നും പറയണം. ഇങ്ങനെ കുറേ നല്ല ആഗ്രഹങ്ങളാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും അങ്ങോട്ടൊന്നും. എന്നെ ചോറ് തികയാതൊക്കെ വന്നപ്പോൾ പണ്ട് കാലത്ത് ഞാൻ തന്നെ നടന്നത്. എന്നെ പിടിച്ച് കൊണ്ടിട്ടുണ്ട്, മറച്ചിട്ടിട്ടുണ്ട്, സാമ്പാർ വെച്ചെറിഞ്ഞിട്ടുണ്ട്, ചോറ് വെച്ചെറിഞ്ഞിട്ടുണ്ട്, ചെവി കുറ്റിക്കിട്ട് ഒരാൾ തള്ളിയിട്ടുണ്ട്. ഞാൻ തിരിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നും നീ ഇത് അനുഭവിക്കുമെന്നോ നശിക്കുമെന്നോ മുടിഞ്ഞു പോകണമെന്നോ ഒന്നും പറഞ്ഞു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നടന്നുകൊണ്ട് പഠിത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് വിവരമില്ലെന്നറിയായിരുന്നു. വിവരം ഉണ്ടാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ നിന്ന് ധാരാളം അച്ഛന്മാരെ കൊണ്ടെല്ലാം എൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരി സന്യാസിമാരെ അവരോടെല്ലാം എനിക്ക് ഒത്തിരി അറിയാൻ മേലാത്ത കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ അറിവുണ്ടാകാനും ആഗ്രഹിച്ച് പോന്നു. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ട് ചോദിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ വരെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവരോടും ചോദിക്കും, ഓരോ കാര്യം അഭിപ്രായം ചോദിക്കും, അങ്ങനെയുള്ളത്. കാരണം ഓരോരുത്തരിൽ കൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ യോഗ്യതയാണ്. നമ്മുടെയൊക്കെ വിഷമകാലങ്ങളിലെല്ലാം എല്ലാവരും ഓർത്തുകൊണ്ടിരുന്നു. നമ്മൾ ഏതെല്ലാം തരത്തിലെ കൂടുതൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ, ആ വിഷമിച്ചപ്പോഴൊക്കെയും നമുക്കൊരു സഹായി വന്നിട്ടുണ്ട്, ഒരു ശിമയൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ആ സഹായിയെ മറക്കുകയും ചെയ്യും. അതുപോലുള്ളവരെ സഹായിക്കാൻ നമുക്ക്
മനസ്സില്ലാവുകയും ചെയ്യും. അങ്ങനെ ആകരുത്. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൂ. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ളൂ. പക്ഷെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ പറയും ഇല്ല. നമ്മളെ ആരൊക്കെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ന് പറയും. അവർക്ക് നാശം കാണാൻ നമുക്ക് പലർക്കും ആഗ്രഹവും കാണുമായിരിക്കും. പക്ഷേ നമ്മൾ സങ്കടപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ? സത്യത്തിൽ നമ്മൾ സങ്കടപ്പെടുത്തിയതിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ സങ്കടത്തിന് നമ്മൾ പരിഹാരം ചെയ്യും. അതൊരു അനുഗ്രഹമായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും നമുക്കിങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഞാൻ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ആ സങ്കടത്തിന് പരിഹാരം ഞാൻ ചെയ്യുന്നു. എന്നെ സങ്കടപ്പെടുത്തിയതിനെ കുറിച്ചല്ല ഞാൻ ഓർക്കേണ്ടത്, ഞാൻ സങ്കടപ്പെടുത്തിയത്. അതുപോലെ തന്നെ എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്, വാശിയും വൈരാഗ്യവും പ്രതികാരവും കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നമുക്ക് വാശിയുണ്ടായാൽ പ്രിയപ്പെട്ടവരെ നാശമുണ്ടാകും. വാശിയില്ലെങ്കിൽ നാശമില്ല. ഇന്ന് കാണുന്ന സകലമായ കൊലപാതകങ്ങളുടെയും പുറകിൽ അവർക്ക് നല്ല ആത്മീയ സുഹൃത്തുക്കളില്ല. ജീവിതത്തിൽ എപ്പോഴും നല്ല സുഹൃത്തുക്കൾ വേണം. നല്ല കാര്യത്തിൽ എന്നെ നിർബന്ധിക്കാനും നാശം വരുന്ന കാര്യത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാനും, പ്രത്യേകിച്ച് സഹോദരിമാരെ ഭർത്താക്കന്മാരെ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു കാര്യമുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഈ കൊലപാതകങ്ങളുടെ എല്ലാം പുറകിലൊരു നല്ല ആത്മീയ സുഹൃത്തുക്കളില്ല. ഒന്നെങ്കിൽ നല്ല സ്വഭാവമുള്ളൊരു സുഹൃത്തില്ല, അല്ല നല്ല സ്വഭാവമുള്ളൊരു ഭാര്യയില്ല, അല്ലെ നല്ല സ്വഭാവമുള്ളൊരു ഭർത്താവില്ല, അല്ലെ നല്ല സ്വഭാവമുള്ള സഹോദരങ്ങളില്ല. ജയിലിലൊക്കെ പാലായിലും കോട്ടയത്തൊക്കെ കൂട്ടുകാരിൽ നിന്നാണ് വീണ്ടും കുറ്റകൃത്യങ്ങൾ പെട്ടുപോയിട്ട്. ജീവിതത്തിലെ എല്ലാ പ്രായക്കാർക്കും ആവശ്യമാണ് നല്ല സുഹൃത്ത് ബന്ധം. എല്ലാവരും എന്നെ കഴിഞ്ഞ് നല്ലവരാണ്, വലിയവരാണ് എന്നെല്ലാവരെയും നമുക്ക് കാണാൻ കഴിയും. ഞാനൊക്കെ ഒന്നുമില്ലായ്മയോടെ ജീവിച്ചത്. അച്ചാറൊഴിച്ച് കഞ്ഞിവെള്ളം കുടിച്ച് കഞ്ഞി കൊടുത്ത് നടന്നതാണ്. ഗ്ലൂക്കോസ് കുപ്പിക്കകത്ത് ചായ മേടിച്ച് അങ്ങനെ രോഗികൾക്ക് കൊടുത്തിട്ടാണ്. എത്രയോ വീടിൻ്റെ വാതൊക്കെ നാട്ടി ഇറക്കി വിട്ടു. ഓരോരുത്തരെ അപ്പം മരിച്ചപ്പോൾ അമ്മ മരിച്ചപ്പോൾ ചോറ് തരാമെന്ന് പറഞ്ഞ് തരാതെ അവിടെയുള്ള സ്ത്രീകൾ, അമ്മമാരും പെൺപിള്ളേരൊക്കെ നമ്മൾ നാട്ടി ഇറക്കി വിട്ട കാലമുണ്ട്. പാത്രം കൊണ്ട് തിരിച്ചു പോന്നപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ 150 രൂപയുടെ ചോറ് വലിയ തുടങ്ങി കടം മേടിക്കുക. കടം മേടിച്ച് 3700 രൂപ തരികയെന്ന് പറഞ്ഞു. ആ വക വലിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കുറവലിങ്ങാട്ട് കോട്ടയിലെ ഒരു പ്രൊഫസർ കടപ്പാമറ്റത്തുള്ള എൻ്റെ അടുത്ത് വന്ന്, ഞാൻ ഇങ്ങനെ ഇരുട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. തോമസ് ആണോ വെച്ചാൽ അതെ, തോമസാണ് ഇവിടെ ഈ ചോറ് കൊടുക്കുന്നത്. തോമസിനെ ഒന്ന് കാണാൻ വന്നോ എന്ന് സാർ, ഞാൻ ഇച്ചിരി പൈസ തരാം. അധികം പൈസയൊന്നും ഇല്ല കിട്ടും സാറ്, കൃത്യം പൈസ എന്നിട്ട് 3700 പൈസ കൊണ്ട് കാണും. ഇങ്ങനെ ഒന്നുമില്ലാതെ ജീവിച്ച കാലത്തൊക്കെയും സ്വർഗത്തിൽ നിന്ന് ദൈവം എവിടെ നോക്കിയോ തന്നു. അങ്ങനെ ഏതെല്ലാം മനുഷ്യർ ഒന്നുമില്ലാതെ നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എല്ലാം നമുക്ക് തരും. എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് സന്യാസി പറഞ്ഞാണ്, പ്രയർ കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞ്, കുരിശുവര കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് നന്നും വിചാരിക്കുക. എല്ലാ സമയവും നിന്റെ ശബ്ദം ദൈവത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി തരും. നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ശബ്ദം മരിക്കത്തില്ല. അത് നിന്റെ ആത്മാവിന് തന്നെ അനുഗ്രഹമായിരിക്കും. നീ രാവും പകലും യേശുവേ അനുഗ്രഹം തരണേ, അനുഗ്രഹം തരണേ, അനുഗ്രഹം തരണേ, അനുഗ്രഹം തരണേ എന്നിങ്ങനെ ചൊല്ലി ജീവിച്ചു. നിന്നേക്കാൾ യോഗ്യതയുള്ളവരും കഴിവുള്ളവരും ഒക്കെ നിന്റെ കൂടെ വന്നു ചേർന്നിരിക്കും. നിനക്ക് യോഗ്യതയില്ലാത്ത എല്ലാം ദൈവം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരമായിട്ട് നീ ജീവിച്ചു.
അതാണ് പല സ്ഥലത്തൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാനുള്ള ആ ഓർമ്മയാണ്. ഈ സ്ഥാപനം ഇത്രയും നന്നായിട്ട് പോകുന്നതിൻ്റെ കാരണം ഈ രാജസ്ഥാനിൻ്റെ പൂർവികരൊക്കെ ഒത്തിരി പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലുള്ളവരായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങൾക്കാണ് പുരോഗതികളും ഉയർച്ചകളും ഉണ്ടാകുന്നത്. ദൈവശബ്ദം അവിടെയുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ അവർ മരിച്ചെങ്കിലും അവരുടെ ശബ്ദം അവിടെയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പള്ളിയിലൊക്കെ പോയി കുറേ നേരം പ്രാർത്ഥനയുടെ ശബ്ദമുണ്ട്. പല അമ്മച്ചിമാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് 28 കൊല്ലം മറ്റുമൊക്കെ വന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അമ്മച്ചി മരിച്ചു പോയി. അമ്മച്ചി 10, 25,000, 30,000 രൂപ കൊണ്ടുവന്ന് ക്യാൻസർ വാർഡിൽ എല്ലായിടത്തും നടന്ന് 100 രൂപ 200 രൂപ 75-80 വയസ്സുള്ള അമ്മച്ചിയെ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി വേലിയേറി കഴിച്ച് 4 മണിക്ക് വീട്ടിൽ പോകുന്ന അമ്മച്ചി മരിച്ചു. അമ്മച്ചി മക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് വേണ്ട ഓരോ കുറിപ്പൊക്കെ എഴുതി ബൈബിളിൽ വെച്ചിട്ടാണ്. ആ വീട്ടിലെ വലിയ അനുഗ്രഹം. എൻ്റെ വീട് യൂണിവേഴ്സിറ്റിയുടെ അവിടെ. ഞാൻ ചെറുപ്പന്മാരെ ഇങ്ങനെ നടക്കുന്നു. പല അമ്മമാരും മക്കളെ തല്ലുകൊണ്ടും തെറിയിട്ടും പട്ടിണി കിടന്നും ഒക്കെ ജീവിച്ച അമ്മമാരും. അവനെ നിന്റെ കണ്ണുകൊണ്ട് കാണാനിടയാകും. ഇത് കല്ല് ശേഷിക്കില്ല. ഇവിടെ സന്തതികൾ നശിച്ചു പോകും. ഇത് നിരന്നു പോകും. കല്ല് ശേഷിക്കില്ല എന്ന് പറഞ്ഞാൽ 60 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ JCB കൊണ്ടുവന്ന് മാന്തിയെടുത്ത് ടിപ്പർ ലോറിയിലോട്ട് ഇടുന്നത് ഞാൻ കാണുക. 60 വർഷം മുമ്പ് അമ്മ കരഞ്ഞാൽ പറയാം നിന്റെ കണ്ണുകൊണ്ട് കാണാനിടയാവും. 60 വർഷം മുമ്പ് പറഞ്ഞാൽ ഇത് നിരന്ന് പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് ഗ്രൗണ്ടായി. അവരുടെ 3ാമത്തെ തലമുറയ്ക്ക് ഇന്നും നവജീവി ഞാൻ അരി കൊടുത്തുകൊണ്ടിരിക്കുക. ശാപം മേടിച്ച് ജീവിക്കുന്നവർക്ക് ആ ശാപദോഷം മാറ്റിയില്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകത്തേയില്ല. ദൈവശബ്ദം കേൾക്കുന്ന വീടുകളിൽ ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരുപാട് വീടുകളിൽ പോകുന്നുണ്ട്. ഒരുപാട് മരണങ്ങൾ കാണണം. അതിനെല്ലാം പുറകിലുള്ള കാരണങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. നിരന്തരമായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു. മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടാത്തതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഒരാത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. സ്വത്ത് കൂടിയവർക്കൊക്കെ അവർക്ക് സ്വസ്ഥതയില്ലാതെ ജീവിക്കാം. സ്വത്തില്ലാത്തവരെല്ലാം ലോട്ടറി എടുക്കാം. 10 കോടി കിട്ടിയ ലക്ഷം. സ്വത്തില്ലാത്തതുകൊണ്ട് അവർ അസ്വസ്ഥത. ഞാൻ ദുബായിൽ പോയപ്പം കണ്ടത്, ഞാൻ പേര് പറയാം, ഒരുപാട് കോടികളുടെ ആസ്തിയുള്ളവർ. പക്ഷേ 2 മക്കളെ കൊണ്ട് അവർ നിരാശരാണ്. ഇതിലെല്ലാത്തിലും അടിസ്ഥാനം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സഹപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷമിക്കുന്നവരെ സഹായിക്കാനുള്ള ആഗ്രഹങ്ങളിൽ കൂടെയൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞ് പങ്കുവെച്ചും ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. ഏത് നിമിഷാന്നറിയത്തില്ല നമുക്ക് മരണം സംഭവിക്കുന്നു. ഏത് നിമിഷാന്നറിയത്തില്ല നമ്മൾ രോഗികളായി മാറുന്നതൊക്കെ. കിഡ്നി രോഗവും ക്യാൻസർ രോഗവും ഒക്കെ ഇന്ന് വർദ്ധിക്കുന്ന കാലമാണ്. എല്ലാ ദിവസവും മരണങ്ങൾ ഇങ്ങനെ കണ്ട് പോവുകയാണ്. ഇപ്പോൾ രാവിലെ കണ്ട് ചുവന്ന് വൈകിട്ട് കാണാൻ പറ്റും. ഇന്ന് 2 മണിക്ക് ക്യാൻസർ വാർഡിൽ എല്ലാവർക്കും കേക്ക് കൊടുക്കുക. മുറിക്കാത്ത കേക്കാവും. ഓരോ കേക്ക് കൊടുക്കുക. നല്ല കേക്കാണ്. പക്ഷെ അടുത്ത വർഷം അവർ പലരും ഇല്ല. ഈ വർഷം കൊണ്ട് അവർ തീർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നമ്മളെക്കാൾ വിഷമിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും ക്രിസ്മസിൻ്റെ കാലമാണ്. വീടിനടുത്ത് നമ്മളറിയുന്ന ആരെങ്കിലും ഒരു ക്യാൻസർ രോഗമോ കിഡ്നി രോഗമോ കിടപ്പ് രോഗമോ ഉണ്ടെങ്കിൽ നമ്മളൊരു കേക്ക് മേടിക്കുമ്പോൾ അവർക്കൂടെ ഒരു കേക്ക് മേടിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുക വെച്ചാൽ അവർക്കൂടെ കൊടുക്കുക. അങ്ങനെ ഒക്കെ ജീവിക്കാൻ നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹം ഉണ്ടാകുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളും എപ്പോഴെങ്കിലും നവജീവൻ്റെ രോഗികളെയൊക്കെ കാണാൻ വരുന്നത് സന്തോഷമായിരിക്കും. വരാനല്ല പറഞ്ഞു. അവിടുത്തെ രോഗികളെയൊക്കെ കാണുക, അവരോടൊക്കെ സംസാരിക്കുക. നാളെ പോലൊരു ദിവസം നമ്മൾ എവിടെയായിരിക്കും അറിയത്തില്ല. ജനിച്ച സ്ഥലം നമുക്കറിയാം, മരിക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. മരിക്കുന്ന ആരുടെ മുമ്പിൽ കിടന്നാൽ മരിക്കുന്ന അറിയത്തില്ല. മരിക്കുന്നത് എവിടെ കിടന്നാൽ മരിക്കുന്ന അറിയത്തില്ല. മരണസമയത്ത് ആരാണ് അടുത്ത് നിൽക്കുന്നത് നമുക്കറിയത്തില്ല. ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന ജീവിതങ്ങളാണ്. അതുകൊണ്ട്
ഇങ്ങനെയുള്ള അനാഥ മനുഷ്യരെ കാണുവാനും ഒത്തിരി വേദനിക്കുന്നവരുടെ വേദനയെ പങ്കുചേർന്ന് സഹായിക്കാനും ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.